പ്രധാനമന്ത്രിയെ വിമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് കേസ്. സോൾഡാരിറ്റി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി നബീൽ നാസറിനെതിരെയാണ് കേസെടുത്തത്. ഇലക്ട്രൽ ബോണ്ട് അടക്കമുള്ളവയെ വിമർശിച്ചതിനാണ് വിദ്വേഷ പ്രചാരണം ഉൾപ്പെടെയുള്ള വകുപ്പുകളിട്ട് കേസെടുത്തത്. പ്രധാനമന്ത്രിയുടെ അന്തസ്സ് ഹനിച്ചു, സൽപ്പേര് കളങ്കപ്പെടുത്താൻ ശ്രമിച്ചെന്നും എഫ്ഐആറിൽ പറയുന്നു. സാജു വിവരങ്ങൾ നൽകും. സാജു, എന്തായിരുന്നു ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്, അതിന്റെ ഉള്ളടക്കം, ഇപ്പോൾ കേസിന്റെ സ്വഭാവം എന്താണ്? സൈഫുദ്ദീൻ, ഈ മാസം 11-നാണ് പാലോട് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. IPC 1860 153 171 G വകുപ്പുകളും കേരള പോലീസ് ആക്ട് 2011 120 വകുപ്പും ഉപയോഗിച്ചുകൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. ഇത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടങ്ങിയ വിവിധ മാധ്യമങ്ങളിൽ വന്ന പോസ്റ്ററുകളും മറ്റും ഷെയർ ചെയ്തുകൊണ്ടുള്ള വിമർശനമാണ്. ഇതൊരു അഴിമതിയാണ് എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു പോസ്റ്റുകൾ ഉണ്ടായിരുന്നത്. ഇതിനെതിരെ BJP പ്രവർത്തകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പാലോട് പോലീസ് നബീൽ നാസറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. എഫ്ഐആറിൽ പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അന്തസ്സ് ഹനിക്കണമെന്നും സൽപ്പേരിന് കളങ്കമുണ്ടാക്കണമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വ്യാജ പ്രസ്താവന നടത്തി തെരഞ്ഞെടുപ്പ് ഫലം സ്വാധീനിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയും പ്രതി പ്രവർത്തിച്ചു എന്നാണ് മാർച്ച് 20 മുതലുള്ള പല ദിവസങ്ങളിലെയും ഫേസ്ബുക്ക് പോസ്റ്റുകൾ നരേന്ദ്രമോദിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയതായും ഈ എഫ്ഐആറിൽ പറയുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വിദ്വേഷവും സംഘർഷങ്ങളും ഉണ്ടാക്കാൻ ഈ പോസ്റ്റുകളിലൂടെ ശ്രമം നടന്നു എന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എടുത്തിരിക്കുന്നത്. പരാതിക്കാരൻ സജീവ് കുമാർ എന്ന് പറയുന്ന ആളാണ്. ഇതിനകത്ത് എഫ്ഐആറിൽ ഇതിന്റെ പ്രസന്റ് അഡ്രസ്സിൽ BJP ചള്ളിമുക്ക് ശക്തി കേന്ദ്ര ചാർജ് എന്ന നിലയിലാണ് ഈ പരാതിക്കാരനെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച വിമർശനങ്ങൾ മാത്രമാണ് ഈ ഫേസ്ബുക്ക് പരിശോധിക്കുമ്പോൾ നബീലിന്റെ ഫേസ്ബുക്കിൽ ഉള്ളത്. അതെല്ലാം പ്രധാനമന്ത്രിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നതാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. അത് പ്രധാനമന്ത്രിയുടെ അന്തസ്സിനെ ഹനിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിച്ചതെന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതിനുള്ള വകുപ്പുകൾ കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. വിദ്വേഷ പ്രചരണത്തിനെതിരെയും ഉള്ള കേസുകൾ കൂടി, വകുപ്പുകൾ കൂടി ചേർത്താണ് നബീൽ നാസറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. സൈഫുദ്ദീൻ.